ന്യായാധിപന്മാർ അധ്യായം 9. ന്യായാധിപന്മാർ അധ്യായം 9-ൽ എത്ര വാക്യങ്ങളുണ്ട്? എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം: 57 വാക്യങ്ങൾ, ഒരു ശീർഷകം അഭിമെലെക്ക്. 2. ജെറുബ്ബാലിൻ്റെ പുത്രനാര്? ഉത്തരം: അഭിമെലെക്ക്. 3. നിങ്ങൾ ഡാഷ് രഹസ്യമായി ചോദിക്കുവിൻ. ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരോട് കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഉത്തരം: ശെക്കെം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ. 4. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്ന് ഓർത്തുകൊള്ളുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: അഭിമെലെക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കാരോടും വംശക്കാരോടും. 5. അവരുടെ ഹൃദയം അഭിമെലെക്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്നവർ പറഞ്ഞു. ആര് ആരെപ്പറ്റിയാണ് പറഞ്ഞത്? ഉത്തരം: ശെക്കെം നിവാസികൾ അഭിമെലെക്കിനെ പറ്റി. 6. എവിടെ നിന്നാണ് ശെക്കെം നിവാസികൾ 70 വെള്ളി നാണയങ്ങൾ എടുത്ത് അഭിമെലെക്കിന് കൊടുത്തത്? ഉത്തരം: ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന്. 7. ആരോടൊത്താണ് അഭിമെലെക്ക് ഓഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയത്? ഉത്തരം: കുറേ ചട്ടമ്പികളെ അനുയായികളാക്കി. 8. അഭിമെലെക്ക് പിതൃഭവനത്തിൽ ചെന്ന് എന്താണ് ചെയ്തത്? ഉത്തരം: സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിൻ്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. 9. ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ആര്? ഉത്തരം: ജെറുബ്ബാലിൻ്റെ ഇളയപുത്രൻ യോത്താം. 10. ശെക്കെമിലെയും ബെത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഡാഷ് സമീപം വെച്ച് അഭിമെലെക്കിനെ രാജാവായി വാഴിച്ചു. ഉത്തരം: ശെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച്. 11. യോത്താം ഇതറിഞ്ഞ് ഗിരിസിം മലയുടെ മുകളിൽ കയറിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഏതറിഞ്ഞ്? ഉത്തരം: അഭിമെലെക്കിനെ രാജാവായി വാഴിച്ചതറിഞ്ഞ്. 12. എന്തിനു താൻ പറയുന്നത് ശ്രദ്ധിക്കുവാനാണ് യോത്താം ഗിരിസിം മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. 13. ഒരിക്കൽ വൃക്ഷങ്ങൾ ഡാഷ് തീരുമാനിച്ചു. ഉത്തരം: തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ. 14. ഞങ്ങളുടെ മേൽ വാഴുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് ആദ്യം പറഞ്ഞത്? ഉത്തരം: ഒലിവ് മരത്തോട്. 15. ഒലിവ് മരം എന്താണ് പറഞ്ഞത്? ഉത്തരം: ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനിക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? 16. രണ്ടാമതായി വൃക്ഷങ്ങൾ അത്തിമരത്തോട് ചോദിച്ചപ്പോൾ അത്തിമരം എന്താണ് പറഞ്ഞത്? ഉത്തരം: രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? 17. മൂന്നാമതായി വൃക്ഷങ്ങൾ മുന്തിരിയോട് ചോദിച്ചപ്പോൾ മുന്തിരി എന്താണ് പറഞ്ഞത്? ഉത്തരം: ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? 18. നാലാമതായി വൃക്ഷങ്ങൾ മുൾപ്പടർപ്പിനോട് ചോദിച്ചപ്പോൾ മുൾപ്പടർപ്പ് എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്തപക്ഷം മുൾപ്പടർപ്പിൽ നിന്നും തീ ഇറങ്ങി ലെബനോണിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. 19. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമെലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? അധ്യായവും വാക്യവും പറയുക. ഉത്തരം: ന്യായാധിപന്മാർ 9:16. 20. എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽഗണിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇവിടെ എൻ്റെ പിതാവെന്ന് അർത്ഥമാക്കുന്നത് ആരെയാണ്? ഉത്തരം: യോത്താമിൻ്റെ പിതാവ് ഗിദെയോൻ. 21. 9:19 പ്രകാരം ഡാഷ് പ്രവർത്തിച്ചതെങ്കിൽ അഭിമെലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. ഉത്തരം: നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ.
22. അല്ലാത്ത പക്ഷം അബിമേലെക്കിൽ നിന്നും തീയിറങ്ങി ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ഷെക്കേമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ. അധ്യായവും വാക്യവും പറയുക. ഉത്തരം ന്യായാധിപന്മാർ 9:20. 23. യോഥാം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെയാണ് താമസിച്ചത്? ഉത്തരം ബേറിൽ. 24. അബിമേലെക്ക് ഇസ്രായേലിനെ എത്ര വർഷം ഭരിച്ചു? ഉത്തരം 3 വർഷം. 25. അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കുമിടയിൽ ദൈവം ഒരു ഡാഷ് അയച്ചു. ഷെക്കേം നിവാസികൾ അബിമേലെക്കിനെ വഞ്ചിച്ചു. ഉത്തരം ഒരു ദുരാത്മാവിനെ അയച്ചു. 26. അങ്ങനെ ഡാഷ് അവരുടെ രക്തം ഘാതകനായ അബിമേലെക്കിൻ്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും മേൽ പതിച്ചു. ഉത്തരം ജെറുബ്ബാലിൻ്റെ 70 മക്കളോടു ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. 27. മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ആര് ആർക്കെതിരെ? ഉത്തരം ഷെക്കേംകാർ അബിമേലെക്കിനെതിരെ. 28. 9:26 പ്രകാരം ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. ആരിൽ? ഉത്തരം ഏബദിൻ്റെ പുത്രനായ ഗാലിൽ. 29. ഷെക്കേം നിവാസികൾ ഉത്സവം ആഘോഷിച്ചതെങ്ങനെ? ഉത്തരം വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു. 30. ഷെക്കേം നിവാസികൾ തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് ആരെയാണ് ശപിച്ചത്? ഉത്തരം അബിമേലെക്കിനെ. 31. ആരാണ് ഈ അബിമേലെക്ക്? അവനെ സ്നേഹിക്കേണ്ടതിന് ഷെക്കേംകാരനായ നാം ആര്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം ഏബദിൻ്റെ പുത്രൻ ഗാൽ ഷെക്കേം നിവാസികളോട്. 32. ജെറുബ്ബാലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കരനായ സെബൂളും ഡാഷ് ആളുകളെ സേവിച്ചില്ലേ? ഉത്തരം ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ. 33. നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചു. എപ്പോൾ? ഉത്തരം ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ. 34. ഗാൽ എന്താണ് പറഞ്ഞത്? ഉത്തരം ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു. 35. സെബൂൾ എവിടെയാണ് ദൂതന്മാരെ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം അറുമായി. 36. നിനക്കെതിരെ അവർ നഗരവാസികളെ ഇറക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടി പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. ആർക്കെതിരെ? ആരാണ് പറയുന്നത്? ഉത്തരം അബിമേലെക്കിനെതിരെ ഗാലും അവൻ്റെ ആളുകളും സൈന്യങ്ങളെ ഇളക്കുന്നുവെന്ന് ദൂതന്മാർ മുഖേന സെബൂൾ അബിമേലെക്കിനെ അറിയിച്ചു. 37. അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഡാഷ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. ഉത്തരം ഗാലും സൈന്യവും എതിർക്കുമ്പോൾ. 38. അബിമേലെക്കും സംഘവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കേമിനെതിരായി ഡാഷ് പതിയിരുന്നു. ഉത്തരം 4 ഗണങ്ങളായി. 39. ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. 40. സെബൂൾ ഗാലിനോട് അത് ആരാണെന്നാണ് പറയുന്നത്? ഉത്തരം മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. 41. ഒരു ജനക്കൂട്ടം ആളുകൾ ഏതു ഭാഗത്തു നിന്ന് വരുന്നുവെന്നാണ് ഗാൽ സെബൂളിനോട് പറയുന്നത്? ഉത്തരം ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്നു. 42. നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമേലെക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത്? നീ അധിക്ഷേപിച്ച ജനം അല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ആര് ആരോട് ചോദിച്ചു? ഉത്തരം സെബൂൾ ഗാലിനോട്. 43. ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമേലെക്കിനോട് പോരാടിയത് ആര്? ഉത്തരം ഗാൽ. 44. ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നും തുരത്തി ആര്? ഉത്തരം സെബൂൾ.
45. അവൻ സേനയെ എത്രയായി തിരിച്ചാണ് വയലിൽ ഇരുത്തിയത്? ഉത്തരം 3 ഗണമായി. 46. ഓടി നഗരകവാടത്തിൽ ചെന്ന് നിന്നു ആര്? ഉത്തരം അഭിമേലെക്കും അവനോട് കൂടി ഉണ്ടായിരുന്ന ഒരു ഗണവും. 47. മറ്റു 2 ഗണങ്ങൾ എന്താണ് ചെയ്തത്? ഉത്തരം വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. 48. അഭിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. അധ്യായവും വാക്യവും പറയുക. ഉത്തരം ന്യായാധിപന്മാർ 9:45. 49. ഷെക്കെമിലെ ഗോപുര നിവാസികൾ ഇത് കേട്ടപ്പോൾ എൽബറിത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു. ഏത് കേട്ടപ്പോൾ? ഉത്തരം അഭിമേലെക്ക് പട്ടണം കീഴടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിർത്തി ഉപ്പ് വിതറി എന്ന് കേട്ടപ്പോൾ. 50. അഭിമേലെക്ക് പടയാളികളുമായി എവിടെ ചെന്നാണ് കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്ത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് താൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞത്? ഉത്തരം സൽമോൻ മലയിൽ. 51. അവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീ വെച്ചു. എത്ര പേർ കൊല്ലപ്പെട്ടു? ഉത്തരം സ്ത്രീകളും പുരുഷന്മാർ ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുര നിവാസികൾ കൊല്ലപ്പെട്ടു. 52. പിന്നീട് അഭിമേലെക്ക് ഡാഷ് ചെന്ന് പാളയമടിച്ചു, അത് പിടിച്ചടക്കി. ഉത്തരം തെബേസിലേക്ക്. 53. പട്ടണത്തിലുള്ള ഗോപുരം അഗ്നിക്കിരയാക്കാൻ അഭിമേലെക്ക് അതിൻ്റെ വാതിക്കലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം ഒരുവൾ തിരികല്ലിൽ പിള്ളയെറിഞ്ഞ് അഭിമേലെക്കിൻ്റെ തലയോട് ഉടച്ചു. 54. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിൻ്റെ വാളൂരി എന്നെ കൊല്ലുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം അഭിമേലെക്ക് തൻ്റെ ആയുധവാഹകനായ യുവാവിനോട്.